Hi everyone. So today we'll be discussing on DNA replication in prokaryotes and mainly നമ്മൾ ഇനിസിയേഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, സോ DNA replication നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് റൂൾസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ, നമ്മുടെ DNAയുടെ റെപ്ലിക്കേഷൻ നടക്കുന്നത് ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ് അല്ലേ. ഒരുപാട് എൻസൈമാറ്റിക് റിയാക്ഷൻസ് നടക്കുന്ന ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ് DNAയുടെ റെപ്ലിക്കേഷൻ എന്ന് പറയാം. ആൻഡ് ഈ DNA റെപ്ലിക്കേഷൻ നടക്കുന്ന ഒരു സെമി കൺസർവേറ്റീവ് മാനറിലാണ്. ഓക്കെ, സോ സെമി കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പേരന്റൽ സ്ട്രാൻഡ് അവർ ഈ സ്ട്രാൻഡ് അവർ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഓരോ സ്ട്രാൻഡും അവിടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദെയർ ബൈ പുതിയ സ്ട്രാൻഡ് ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് നമ്മുടെ പേരന്റൽ സ്ട്രാൻഡും പിന്നെ ഒന്ന് നമ്മുടെ ന്യൂലി സിന്തസൈസ് സ്ട്രാൻഡ് ആയിരിക്കും. ആൻഡ് അതുകൊണ്ടാണ് നമ്മുടെ എന്താ പറയുക റെപ്ലിക്കേഷന് സെമി കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് കാര്യം ഇത്രയേ ഉള്ളൂ, റെപ്ലിക്കേഷൻ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെമി കൺസർവേറ്റീവ് ആണ്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എന്താണ്, DNA പോളിമറൈസ്. അതായത് നമ്മുടെ റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് പോളിമറൈസേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ന്യൂക്ലിയോടൈഡുകളുടെ പോളിമറൈസേഷൻ ആണ് നടക്കുക. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് DNA പോളിമറൈസ്. ആൻഡ് DNA പോളിമറൈസിന്റെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് പ്രത്യേകത എന്ന് പറയുന്നത് അത് എപ്പോഴും 5' to 3' ഡയറക്ഷൻ, 5' to 3' ഡയറക്ഷനിലോട്ടാണ് അവരുടെ മൂവ്മെന്റ് നടക്കുക, അല്ലെങ്കിൽ പോളിമറൈസേഷൻ നടക്കുന്നത് 5' to 3' ഡയറക്ഷനാണ് DNA പോളിമറൈസ്. ഓക്കെ, ഇനി വരുന്നതാണ് കോംപ്ലിമെന്റാരിറ്റി. ഓക്കെ, സോ നമ്മുടെ ഈ പറഞ്ഞ പുതിയ ആഡ് ചെയ്യുന്ന സീക്വൻസസ് അല്ല, നമ്മുടെ പുതിയ ഫോം ചെയ്യുന്ന ഡോട്ടർ സ്ട്രാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്താണോ അതിന് കംപ്ലീറ്റ്ലി കോംപ്ലിമെന്ററി ആയിരിക്കും. അതായത് നമ്മുടെ പേരന്റൽ സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷനിൽ എന്താ പറയുക പേരന്റൽ സ്ട്രാൻഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ATGC എന്നുള്ള രീതിയിലാണ് അത് പോകുന്നതെങ്കിൽ നമ്മുടെ ഉണ്ടാകുന്ന പുതിയ സ്ട്രാൻഡ്, ഓക്കെ, ഡോട്ടർ സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും. അത് കോംപ്ലിമെന്ററി ആയിരിക്കും. സി ആണെങ്കിൽ ഇവിടെ എന്ത് വരും, G ആയിരിക്കും, CAT. ഈ ഒരു രീതിയിൽ ഒരു കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഇതിന് കോംപ്ലിമെന്റ് ചെയ്തിട്ടായിരിക്കും അടുത്ത സ്ട്രാൻഡ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ എപ്പോഴും ഒരു കോംപ്ലിമെന്റാരിറ്റി അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഇവിടെ രണ്ട് സ്ട്രാൻഡ് ഉണ്ടായിരിക്കുന്നത് ആന്റി പാരലൽ നേച്ചറാണ്. അതായത് ഈ ഡയറക്ഷനോട്ട് പോയാൽ അടുത്ത സ്ട്രാൻഡ് ഏത് ഡയറക്ഷനോട്ടായിരിക്കും, ഈ ഡയറക്ഷനോട്ടായിരിക്കും. കാരണം ഇതായിരിക്കും ഇവിടുത്തെ 5', ഓക്കെ, ഇത് 3'. സോ ആ ഒരു രീതിയിലായിരിക്കും ഇവിടുത്തെ മൂവ്മെന്റ് നടക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ DNA ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഇത് 5' ഡയറക്ഷനിലാണ് ആൻഡ് ഇതെന്ന് പറയുന്നത് 3' ഡയറക്ഷനിലാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ DNA പോളിമറൈസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓരോരോ സ്ട്രാൻഡുകൾ സിന്തസൈസ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ DNA പോളിമറൈസിനെ ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരാളും കൂടി വേണം, അതാണ് നമ്മുടെ പ്രൈമേസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൈമർ. DNA പ്രൈമർ വേണം. സോ RNA പ്രൈമർ വേണം. ഓക്കെ, ഇങ്ങനെ ഒരു RNA പ്രൈമർ ഉണ്ടെങ്കിൽ മാത്രമേ OH എൻഡ് അവിടെ വേക്കൻ്റ് ആവുള്ളൂ. ആൻഡ് ഈ ഒരു 3' OH എൻഡിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ന്യൂക്ലിയോടൈഡ്സ് വന്ന് അറ്റാച്ച് ചെയ്യുകയും DNA പോളിമറൈസിന് ഇത് സിന്തസൈസ് ചെയ്ത് പോകാൻ സാധിക്കുന്നത്. സോ ഇവിടെ വരുന്ന ഒരു എസെൻഷ്യൽ ഫാക്ടറാണ് RNA പ്രൈമർ എന്ന് പറയുന്നത്. ഓക്കെ, RNA പ്രൈമർ ആണ്. ഇത്രയാണ് ബേസിക് റൂൾസ് എന്ന് നമ്മൾ പറയപ്പെടുന്നത്. ഓക്കെ, മൂവിങ് ഓൺ, നമുക്ക് DNA റെപ്ലിക്കേഷൻ പ്രോക്യാരിയോട്സ് ആണ് നോക്കേണ്ടത്. ഓക്കെ, സോ പ്രോക്യാരിയോട്സിന്റെ കേസ് പറയുന്ന സമയത്ത് അവരുടെ ജീനോം എന്ന് പറയുന്നത് സർക്കുലർ ജീനോമാണ്. ആൻഡ് അവർക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആണ് ഉള്ളത്. ആൻഡ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNAക്ക് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ സർക്കുലർ ആണ്, ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആണ്, ആൻഡ് ഇവർക്ക് ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രമാണ് ORI ഉണ്ടാവുക. ഓക്കെ, സോ ORI എന്ന് ഉദ്ദേശിക്കുന്നത് ഒറിജിനിൽ നിന്നിട്ടാണ് ORI എടുത്തിട്ടുള്ളത്. അപ്പോൾ C എന്ന് ഉദ്ദേശിക്കുന്നത് ക്രോമസോമിനെയാണ്. ക്രോമസോമാണ് അവിടെ C ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി DNA റെപ്ലിക്കേഷൻ, പ്രോക്യാരിയോട്സിന്റെ DNA റെപ്ലിക്കേഷൻ ബൈ ഡയറക്ഷണലാണ്. ഓക്കെ, യൂണി ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേന് ഒരു റെപ്ലിക്കേഷൻ ഫോക്ക് ഫോം ചെയ്തതിനാൽ ഒറ്റ ഡയറക്ഷനിൽ മാത്രമായിട്ടായിരിക്കും അവിടുത്തെ റെപ്ലിക്കേഷൻ നടക്കുക. ബൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇവിടെയാണ് നമ്മുടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എങ്കിൽ, ഓക്കെ, ആ ഒരു ഒറിജിൻ്റെ സ്ഥലം ഇവിടെയാണെങ്കിൽ 2 ഡയറക്ഷനിലായിട്ട് റെപ്ലിക്കേഷൻ നടക്കും, ഈ ഡയറക്ഷനിലോട്ടും ഈ ഡയറക്ഷനിലോട്ടും. സോ 2 ഡയറക്ഷനിലോട്ട് റെപ്ലിക്കേഷൻ നടക്കുന്നതിനാണ് നമ്മൾ ബൈ ഡയറക്ഷണൽ റെപ്ലിക്കേഷൻ എന്ന് പറയാം. ആൻഡ് ഇത് റിസംബിൾ ചെയ്തൊരു തീറ്റ ആകൃതിയിലാണ്. അതായത് നമ്മളിതിപ്പം നമ്മുടെ സർക്കുലർ DNA ആണ്, ഇതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ്. ഈ റെപ്ലിക്കേഷൻ സൈറ്റിൽ ഇവിടെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ആൻഡ് ഇവിടെ ഈ ഡയറക്ഷനിലോട്ടുമാണ് എന്ത് ചെയ്യുന്നത്, മൂവ്മെന്റ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ബൈ ഡയറക്ഷൻ വിളിക്കാം. ആൻഡ് ഈ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഒരു തീറ്റ ആകൃതി കാണുന്നത് കൊണ്ട് അതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, തീറ്റ റെപ്ലിക്കേഷൻ എന്ന് കൂടി വിളിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ റെപ്ലിക്കേഷനിൽ മേജറായിട്ട് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് ഇനിസിയേഷൻ, എലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 സ്റ്റെപ്പുകളും, ഇനിസിയേഷൻ, എലോങ്ങേഷൻ, ടെർമിനേഷൻ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു തീറ്റ ആകൃതി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. സോ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു DNAയിൽ ഈ ഒരു പർട്ടിക്കുലർ ഓപ്പണിംഗ് ഉണ്ടാകുന്നതാണ് ഇനിസിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ഡിപ്പാർട്ട് ചെയ്ത് 2 സെറ്റ് ഓഫ് ആകുന്നത് എലോങ്ങേഷൻ. ആൻഡ് ഇത് 2 DNA സ്ട്രാൻഡുകളായിട്ട് മാറുന്നതിനാണ് നമ്മൾ ടെർമിനേഷൻ. ഇതാണ് അതിൻ്റെ ആ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മേജറായിട്ട് ഈ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ടുള്ളൊരു പേപ്പറാണിത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, അത്യാവശ്യം നല്ലൊരു പേപ്പറാണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനിസിയേഷൻ ആണ്. അവിടെ നമ്മൾ നമ്മുടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ORIC റെക്കഗ്നീഷൻ ആണ് അവിടെ നടക്കുക. സെക്കൻഡ് സ്റ്റെപ്പിൽ എലോങ്ങേഷൻ ആണ്. അവിടെ എന്ത് സംഭവിക്കുന്നു, അവിടെ റെപ്ലിക്കേഷൻ ഫോർക്കിൽ DNA സിന്തസൈസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് DNA പോളിമറൈസിസ്. ആൻഡ് ലാസ്റ്റ് നമ്മൾ ടസ് പ്രോട്ടീനും ബാക്കിയുള്ള പ്രോട്ടീൻ സീക്വൻസസ് കോംപ്ലക്സസിന്റെ ഹെൽപ്പോട് കൂടി അവിടെ എന്ത് നടക്കുന്നു, ആ ഒരു DNA റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നു. അതാണ് ടെർമിനേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സോ ഇത്രയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രോട്ടീൻസ് ഇൻവോൾവ് ഇൻ ഇനിസിയേഷൻ ഫേസിൽ ഹെൽപ്പ് ചെയ്യുന്ന സർട്ടൻ പ്രോട്ടീൻസ് ഫസ്റ്റ് ആണ് ഇത് DNA പ്രോട്ടീൻ. ഓക്കെ, DNA പ്രോട്ടീൻ നമ്മുടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റുമായിട്ട് ഒന്ന് ബൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് DNA പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇവരാണ് ആ ഒരു അൺബൈൻഡിങ് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുന്ന സ്ട്രക്ചർ ഉള്ളതാണ് നമ്മുടെ DNA. ഇവിടെ അൺബൈൻഡ് ചെയ്താൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഈ അൺബൈൻഡിങ്ങിന് വേണ്ടി സഹായിക്കുന്നതാണ് ആര്,
എ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു 9 സീക്വൻസസ് ഒറിജിനൽ റെപ്ലിക്കേഷൻ സൈറ്റിൽ 9 റിപ്പീറ്റ്സ് ഉണ്ട്. ഈ 9 റിപ്പീറ്റ്സുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീനാണ് DNA A പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രോട്ടീൻ ഉണ്ട്, SSB പ്രോട്ടീനാണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻ. സോ നമ്മുടെ DNAയുടെ പ്രത്യേകതയാണ് അത് എപ്പോഴാണോ അൺബൈൻഡ് ചെയ്ത് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അത് അൺബൈൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവർക്ക് തമ്മിൽ വീണ്ടും അനീൽ ചെയ്യാൻ വേണ്ടി അത് തിരിച്ച് വീണ്ടും കോംപ്ലിമെന്ററി സ്റ്റാൻഡ് അല്ലേ, എയും ടിയും കോംപ്ലിമെന്ററി ആണ്, ജിയും സിയും കോംപ്ലിമെന്ററി ആണ്. സോ ഈ ഒരു കോംപ്ലിമെന്റാരിറ്റി കാരണം ഇവർക്ക് പെട്ടെന്ന് തന്നെ ഒന്നിച്ച് ചേരാനുള്ള ആ ഒരു അനീലിംഗ് നേച്ചർ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, പെട്ടെന്ന് ഒന്ന് അനീൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സോ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് SSB പ്രോട്ടീൻസ്. സോ SSB പ്രോട്ടീൻ എന്ത് സംഭവിക്കും, ഇവർ ഇവിടെ വന്നിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കും, ഒന്നിന് പുറമെ ഒന്നായിട്ട് ഇങ്ങനെ SSB പ്രോട്ടീൻസ് അറേഞ്ച് ചെയ്തിരിക്കും. ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അനീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിനുവേണ്ടി സഹായിക്കുന്ന പ്രോട്ടീനാണ് SSB പ്രോട്ടീൻ. ഓക്കെ, പിന്നെ വരുന്നത് DNA B പ്രോട്ടീനാണ്. ബി പ്രോട്ടീനാണ് നമ്മുടെ ഹെലിക്കേസ് എന്ന് പറയുന്നത്. ഓക്കെ, DNA B ആണ് ഹെലിക്കേസ് എന്ന് പറയുന്നത്. ഇത് ആ ഒരു അൺബൈൻഡിങ്ങിന് വേണ്ടി നമ്മുടെ DNAയുടെ അൺബൈൻഡിങ്ങിന് വേണ്ടി സഹായിക്കുന്നതാണ്. സോ ഇത് നമ്മുടെ ഒറിജിനൽ റെപ്ലിക്കേഷനായി ഇവിടെ നിന്ന് ഫോർക്ക് കിട്ടി. ഇനി ഈ ഫോർക്കിൻ്റെ അവിടെ നമുക്ക് സിന്തസിസ് ചെയ്യുകയും വേണം, സെപ്പറേഷൻ നടക്കുകയും ചെയ്യണം. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഹെലിക്കേസ് പ്രോട്ടീൻ. ഇനി വരുന്നതാണ് ഈ DNA C പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ DNA Bനെ കൊണ്ട് ലോഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പ്രോട്ടീൻ, അതാണ് ആ ഒരു കോംപ്ലക്സ് ആണ് DNA C. ഓക്കെ, അതാണ് ഹെലിക്കേസ് ലോഡർ എന്ന് പറയുന്നത്, DNA Bനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്നത് DNA G ആണ്. അതാണ് നമ്മുടെ RNA പ്രൈമേസ്. നമ്മൾ പ്രൈമേസ് എന്ന് പറയുന്നത് അല്ലേ, RNA പ്രൈമേഴ്സിനെ സിന്തസൈസ് ചെയ്യുന്ന ആളാണ് RNA പ്രൈമേസ്. ഇത്രയും പ്രോട്ടീൻസ് ആണ് ഇനിസിയേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ്. ഇനി നമ്മൾ എലോങ്ങേഷൻ വരുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനാണ്, മെയിൻ പ്രോട്ടീനാണ് DNA പോളിമറൈസസ്. അതിൽ പോളിമറൈസ് 1ഉം പോളിമറൈസ് 3. സിന്തസിസിന് വേണ്ടി സഹായിക്കുന്നത് പോളിമറൈസ് 3. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയും. സോ സിന്തസിസിന് വേണ്ടി സഹായിക്കുന്നത് പോളിമറൈസ് 3ഉം ആൻഡ് ബാക്കിയുള്ള എലോങ്ങേഷൻ റിപ്പയറിനും വരുന്ന ഗ്യാപ്പ് ഫില്ലിങ്ങിനൊക്കെ വേണ്ടി സഹായിക്കുന്നത് DNA പോളിമറൈസ് 1 ആണ്. സോ ഇത് എലോങ്ങേഷന് വേണ്ടി സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ്. ഓക്കെ അല്ലേ. സോ മൂവിങ് ഓൺ ടു ഇനിസിയേഷൻ, നമ്മൾ ഒറിജിനൽ റെപ്ലിക്കേഷൻ ആ ORC റീജിയൻ നോക്കുകയാണെങ്കിൽ 245 ബേസ് പെയർസ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. 245 ബേസ് പെയർസ് ഉണ്ട് ആൻഡ് അവിടെ 4 9 റിപ്പീറ്റ്സ് ആണ് അവിടെ കാണാനായിട്ട് പറ്റുക. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ഇനിസിയേഷൻ. സോ നമ്മുടെ DNA റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് എല്ലാ സൈറ്റിലും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നില്ല, റെപ്ലിക്കേഷൻ നടന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നില്ല. സോ നമ്മൾ DNA ഓൾറെഡി പറഞ്ഞു, DNA എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആണ് അല്ലേ, DNA ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആണ്. സോ പെർട്ടിക്കുലർ സൈറ്റുകളിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ആ സൈറ്റുകളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ORC റീജിയൻ എന്ന് വിളിക്കുന്നത്. ORC ഒറിജിനൽ ഓഫ് റെപ്ലിക്കേഷൻ്റെ സൈറ്റാണ്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ സൈറ്റിനെ ലീനിയറൈസ് ചെയ്യുന്ന ഒരു ഇമേജ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഈ ORC റീജിയൻ എന്ന് പറയുമ്പോൾ അറൗണ്ട് 245 ബേസ് പെയർസ് ഉള്ള റീജിയൻ ആണ് ഈ ഒരു ORC റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അവിടെ ഒരുപാട് റിപ്പീറ്റ്സ് ഓഫ് പ്രോട്ടീൻസ്, നമുക്ക് ഒരുപാട് റിപ്പീറ്റ്സ് ഓഫ് സീക്വൻസസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റിപ്പീറ്റ്സ് ആണ് 9 mer റിപ്പീറ്റ്സും 13 mer റിപ്പീറ്റ്സും. ഓക്കെ, 9 mer റിപ്പീറ്റ്സ് ആൻഡ് 13 mer റിപ്പീറ്റ്സ്. ഇതിൽ 9 mer റിപ്പീറ്റ്സിൻ്റെ 4 സെറ്റാണ് യൂഷ്വൽ കേസിൽ കാണാൻ പറ്റുക. സോ ഇതാണ് നമ്മുടെ സ്ട്രാൻഡ് എന്നുണ്ടെങ്കിൽ ഒരു റീജിയൻ ആണെങ്കിൽ 4 സെറ്റ് ഓഫ് 9 mer സീക്വൻസസിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് കുറച്ച് നീങ്ങിയിട്ട് 13 mer റീജിയൻ്റെ 3 സെറ്റ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നോർമൽ കേസസിൽ. ഓക്കെ, ഇതാണ് യൂഷ്വലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സീക്വൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ മെക്കാനിസം ഇത്രയേ ഉള്ളൂ. നമ്മുടെ DNA പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു, 9 mer റിപ്പീറ്റ്സിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, 9 ബേസ് പെയർസ് ഉള്ള റിപ്പീറ്റ്സ് ആണ് 9 mer റിപ്പീറ്റ്സ്. ഈ 9 mer റിപ്പീറ്റ്സിലോട്ട് വന്ന് ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, 13 mer റിപ്പീറ്റ്സ് വിച്ച് ഇസ് ആൻ 80 റിച്ച് റീജിയൻ. 80 റിച്ച് റീജിയൻ ആയതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഇവരുടെ ബോണ്ട് രണ്ടും ബ്രേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് എന്തായിട്ട് മാറും, അവർ ബെൻഡിങ്, ആ ബെൻഡിങ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അവർ പെട്ടെന്ന് അവർ മെൽറ്റ് ആയിട്ട് പെട്ടെന്ന് ഒരു ബെൻഡിങ് അവിടെ ഫോം ചെയ്യുന്നു. ആൻഡ് ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് ഓഫ് ആ ഒരു റെപ്ലിക്കേഷൻ ബബിൾ ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ആ ഇനിസിയേഷൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഫാക്ടർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് നമ്മൾ പറഞ്ഞ പ്രോട്ടീനാണ് DNA ഹെലിക്കേസ് എന്ന് പറയുന്ന പ്രോട്ടീൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് DNA B പ്രോട്ടീൻ. DNA B. ഓക്കെ, ഈ DNA B ആണ് DNA ഹെലിക്കേസ് എന്ന് പറയാം. ഈ ഹെലിക്കേസിന് നമ്മൾ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ഉണ്ട്, അതാണ് DNA C, അതാണ് ഹെലിക്കേസ് ലോഡർ. സോ ഹെലിക്കേസ് ലോഡറിന്റെ ഹെൽപ്പോട് കൂടി ഈ ഹെലിക്കേസിനെ എവിടെ ലോഡ് ചെയ്യും, ഈ ഒരു പ്രോട്ടീൻ റീജിയൻ, നമ്മുടെ ആ ഒരു റെപ്ലിക്കേഷൻ ബബിൾ ഇവിടെ ഫോം ചെയ്ത സാധനത്തിന് നമ്മൾ റെപ്ലിക്കേഷൻ ബബിൾ എന്ന് വിളിക്കാം. ഈ റെപ്ലിക്കേഷൻ ബബിളിൽ വന്ന് അവരെന്ത് ചെയ്യുന്നു, വന്ന് അറ്റാച്ച് ചെയ്യുന്നു ആൻഡ് ലോഡ് ചെയ്തിരുന്നു, ഇതുപോലെ ലോഡ് ചെയ്തിരുന്നു. വൺസ് എപ്പോഴാണ് ഈ ലോഡിംഗ് നടക്കുന്നത്, ആ സമയത്ത് ഹെലിക്കേസ് ആക്ടിവേറ്റഡ് ആകുന്നു. ഓക്കെ, ഇതിനോടൊപ്പം ഇവിടെ ആരോട് വരും, ഈ ഒരു പർട്ടിക്കുലർ മൊമെന്റിലാണ് SSB പ്രോട്ടീൻസ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ SSB പ്രോട്ടീൻസ് ആണ് സിംഗിൾ സ്റ്റാൻഡ് ബൈൻഡഡ് പ്രോട്ടീൻ. സോറി, സിംഗിൾ സ്റ്റാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ ആണ്. സിംഗിൾ സ്റ്റാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ പേര് തന്നെ ഉണ്ട്. ആ ഒരു സിംഗിൾ സ്റ്റാൻഡുകൾ തമ്മിൽ തിരിച്ച് റീ അനീൽ ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു അതിലൊന്ന് ബൈൻഡ് ചെയ്തിരിക്കുന്നു. അത് കാരണം ആ ഒരു റീ അനീൽ പ്രിവെന്റ് ചെയ്യുന്നു എന്നാണ് സംഭവം. ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഹെലിക്കേസ് സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോട്ടീൻസ് അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങും, അവിടെ വന്ന് അറ്റാച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് ഒന്നിന് പറഞ്ഞ് ഒന്നായിട്ട് അറ്റാച്ച് ചെയ്യും. സോ ഈ അറ്റാച്ച്മെന്റ് കാരണം ഇവർക്ക് തിരിച്ച് വന്ന് റീ അനീൽ ചെയ്യാനായിട്ട് പറ്റില്ല, തിരിച്ച് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് വേണ്ടി സഹായിക്കുന്ന പ്രോട്ടീനാണ് SSB പ്രോട്ടീൻ. ഓക്കെ, സോ ഹെലിക്കേസ് ഫ്രണ്ടിലേ പോകും. അതിന് പുറമെ ഈ പറഞ്ഞ പ്രോട്ടീൻസ് ഒന്ന് അലൈൻ ചെയ്തിരിക്കുന്നത് കാരണം ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ സിബ് ഒരു പർട്ടിക്കുലർ ബാഗിൽ സിബ് ഊരുന്ന എങ്ങനെയാണോ അതേപോലെ നീങ്ങി പോകും. തിരിച്ച് വന്ന് ഇവർ ചേരുന്നത് വരത്തില്ല, കാരണം SSB പ്രോട്ടീൻ ഉള്ളതുകൊണ്ടാണ്. ഇനി ഹെലിക്കേസിനൊപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ DNA പ്രൈമേസും കൂടി അവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. DNA പ്രൈമേസിന്റെ ഹെൽപ്പോട് കൂടി ഒരു പ്രൈമർ RNA പ്രൈമേഴ്സ് അവർ ഉണ്ടാക്കും. ആൻഡ് അവിടെ RNA പ്രൈമർ കൂടി സിന്തസൈസ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇനിസിയേഷൻ ഫേസ് കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ ഇനിസിയേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, DNA A എന്ന് പറയുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ATP 9 mer റീജിയൻ ആയിട്ട് വന്ന് ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ചെയ്യുന്നത് കാരണം 13 mer സീക്വൻസസിന്റെ 80 റിച്ച് റീജിയൻ ആണ്. അവിടെ അൺബൈൻഡ് ചെയ്ത് മെൽറ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യുന്ന ഒരു ബെൻഡ് ഫോം ചെയ്യുന്നു. ഈ ബെൻഡാണ് നമ്മുടെ റെപ്ലിക്കേഷൻ ബബിൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ആര് വരുന്നു, DNA B, അതായത് DNA ഹെലിക്കേസ് ലോഡർ വന്ന് എന്ത് ചെയ്യുന്നു, ലോഡ് ചെയ്തിടുന്നു.
ലോഡ് ചെയ്തിട്ടതിന് പുറമേ തന്നെ അവിടെ ഹെലിക്കേസ് ആക്ടിവേറ്റഡ് ആകുന്നു. അതിനൊപ്പം ആര് വരുന്നു? SSB പ്രോട്ടീൻസ് വരുന്നു. SSB പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നു? റീ അനീലിങ്ങിനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്. സോ അതിനൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഇനി അടുത്ത സിന്തസിസ് അടുത്ത ഫേസിലോട്ട് പോകുന്നതിന് മുന്നേ DNA പ്രൈമേസിന്റെ സഹായത്തോടുകൂടി അവിടെ ഒരു പ്രൈമർ അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇനിസിയേഷൻ ഫേസ് കംപ്ലീറ്റഡ് ആയി. ഓക്കെ, ഇതിനെ നമ്മളോട് നേരത്തെ പറഞ്ഞത് നമ്മുടെ ഒറിജിനൽ റെപ്ലിക്കേഷൻ അറൌണ്ട് 245 ബേസ് പേഴ്സ് ആണുള്ളത്. അതിൽ 4 9 റിപ്പീറ്റ്സ് ഉണ്ടായിരിക്കും. അതാണ് DNA ബൈൻഡിങ് സൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. 3 13 റിപ്പീറ്റ്സ് ഉണ്ട്. അവർ AT റിച്ച് റീജൻ ആണ്. അവർ കുറച്ചുകൂടി അൺവൈൻഡ് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റീജൻ ആണ്. കാര്യം എന്താ? A എന്ന് പറയുന്നത് T ആയിട്ട് ഡബിൾ ബോണ്ട് ആണ്. അതേസമയം G എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടിലാണ് C ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഏത് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ എളുപ്പം? ഇത് ബ്രേക്ക് ചെയ്യാനാണ് കുറച്ചുകൂടി എളുപ്പം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ AT റിച്ച് റീജനെ തന്നെ നാച്ചുറലി സെലക്റ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ പ്രോസസ് ഇത്രയേ ഉള്ളൂ. DNA ആദ്യം എന്ത് ചെയ്യുന്നു? 9 റിപ്പീറ്റ്സ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു ആൻഡ് ഇനിഷ്യേറ്റ്സ് ലോക്കൽ അൺവൈൻഡിങ്. 13 റിപ്പീറ്റ്സിനെ അൺവൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു മെൽറ്റിംഗ് പോലെ ആര് ക്രിയേറ്റ് ചെയ്യുന്നു? ഈ ഒരു ബൈൻഡിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി DNA B ഹെലിക്കേസ്, അതായത് DNA B എന്ന് പറയുന്ന പ്രോട്ടീൻ ഹെലിക്കേസ് പ്രോട്ടീൻ ആണ്. വിത്ത് ഹെൽപ്പ് ഓഫ് DNA C ഏതാ? ഹെലിക്കേസ് ലോഡർ ആണ്. ഇതിന്റെ ഹെലിക്കേസ് ലോഡറിന്റെ ഹെൽപ്പോട് കൂടി ഈ ഹെലിക്കേസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ DNAയിലോട്ട് വന്ന് ലോഡ് ചെയ്തിടുന്നു. ആൻഡ് ഫർദർ അതിനെ മറ്റേ നമ്മൾ സിബ് തുറക്കുന്ന പോലെ നീങ്ങി പോകുന്ന സമയത്ത് അതെന്ത് ചെയ്യണം? അൺവൈൻഡ് ചെയ്ത് പോകണം. ആ ഒരു അൺവൈൻഡിങ്ങിന് വേണ്ടി സഹായിക്കുന്നതാണ് ഈ ഹെലിക്കേസ് പ്രോട്ടീൻ. ഓക്കെ, ആൻഡ് പിന്നെ വരുന്ന SSB പ്രോട്ടീൻ ആണ്. SSB പ്രോട്ടീൻ എന്നാൽ സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ ആണ്. സോ ഇവരെന്ത് ചെയ്യുന്നു? റീ അനീലിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നവരാണ് SSB പ്രോട്ടീൻ. ഇനി പ്രൈമേസ് ഉണ്ട്, അതാണ് DNA G പ്രോട്ടീൻ. ഓക്കെ, DNA പ്രൈമേസ് നമ്മൾ പറയും. ഇവരെന്ത് സിന്തസൈസ് ചെയ്യുന്നു? RNA പ്രൈമേഴ്സിനെ സിന്തസൈസ് ചെയ്യുന്നു. ആൻഡ് ദെയർബൈ അവരെന്ത് പ്രൊവൈഡ് ആണ് ചെയ്യുന്നത്? ഒരു 3-OH അവിടെ പ്രൊവൈഡ് ചെയ്യും. കാരണം നമ്മുടെ ന്യൂക്ലിയോടൈഡ്സിന് ഈ ഒരു എൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് DNA പോളിമറേസ് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ന്യൂക്ലിയോടൈഡ്സ് ഒന്ന് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനാണ്. സോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് സംഭവിക്കും? DNA പോളിമറേസ് 3 അവിടെ ഈ ഒരു സൈറ്റ് കിട്ടി കഴിഞ്ഞാൽ അവിടെ എന്താ ആഡ് ചെയ്യാൻ തുടങ്ങും? നമ്മുടെ ATGC എന്ന് പറഞ്ഞ് നമ്മുടെ സിന്തസൈസ് ചെയ്യുന്ന ന്യൂക്ലിയോടൈഡുകൾ അവർ ആഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും മൊത്തത്തിലായിട്ട്. ഓക്കെ, മൊത്തത്തിൽ ആഡ് ചെയ്യുന്നു ആൻഡ് ദെയർബൈ സിന്തസിസിലോട്ട് പോകുന്നു. ഇതാണ് ഇനിസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 9 സീക്വൻസസ് യൂഷ്വലി കാണുന്ന സീക്വൻസ് ആണ് TTATN CACA. ഈ N എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും ആവാം, ATGCയിൽ ഏത് വേണമെങ്കിലും ആവാം. അതുപോലെയാണ് 13 സീക്വൻസും, അതും ലോങ് സീക്വൻസ് ആണ്. പക്ഷേ ഇതൊന്നും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ആൻഡ് 9 സീക്വൻസസിനെയാണ് DOR എന്ന് പറയുന്നത്, അല്ലേ? DNA ഒളിഗോമറൈസേഷൻ റീജൻ എന്ന് കൂടി പറയാറുണ്ട്. ആ ഒരു പർട്ടിക്കുലർ റീജിയനാണ് DNA ഒളിഗോമറൈസേഷൻ റീജൻ എന്ന് പറയുന്നത്. ആൻഡ് 13 സീക്വൻസിനെയാണ് ഡുപ്ലെക്സ് അൺവൈൻഡിങ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഡുപ്ലെക്സിന് അൺവൈൻഡ്, ആ ഒരു റെപ്ലിക്കേഷൻ ബബിൾ ഫോം ചെയ്യുന്നത് ഇവിടെയല്ലേ. സോ അതുകൊണ്ടാണ് അതിനെ ഡുപ്ലെക്സ് അൺവൈൻഡിങ് റീജൻ അല്ലെങ്കിൽ എലമെന്റ് എന്ന് പറയുന്നത്. കാരണം അത്രയും ഡൊമൈൻസ് ഉണ്ട്. അത് ഇവരാണ് മെയിനായിട്ട് ആ ബബിളിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു പേര് കിട്ടിയത്. സോ 2 സെറ്റ് ഓഫ് റീജൻസും കൂടി ഈ ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റിൽ വരുന്നുണ്ട്. ഈ ഇത്രയും പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്താണ് എന്ത് നടക്കുന്നത്? റെപ്ലിക്കേഷൻ ഇനിസിയേഷൻ കംപ്ലീറ്റ് ആവുന്നത്. സോ ആ സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. DNA A പോളിമറേസ് എൻസൈം ORA റീജിയൻ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ചെയ്ത ഉടനെ 9 റീജിയൻ എന്ത് ചെയ്യുന്നു? ആക്ടിവേറ്റ് ആവുന്നത് കാരണം 13 സീക്വൻസസിന് എന്ത് സംഭവിക്കുന്നു? മെൽറ്റിംഗ് ഉണ്ടാവുന്നു. അവിടെ ഒരു ബെൻഡ് ഉണ്ടാവുന്നു. അവിടെ ഒരു ബബിൾ ഫോം ചെയ്യുന്നു. പിന്നെ DNA B ഹെലിക്കേസ് ആര് ലോഡ് ചെയ്യും? DNA A ലോഡർ വന്ന് ലോഡ് ചെയ്തിരുന്നു. ആൻഡ് ഹെലിക്കേസ് എൻസൈം എന്ത് ചെയ്യുന്നു? DNA അൺബൈൻഡ് ചെയ്യുന്നു. പ്രൈമേസ് അവിടെ ബൈൻഡ് ചെയ്യുന്നു. ആൻഡ് ദെയർബൈ ഒരു പ്രൈമോസോം കോംപ്ലക്സ് അല്ലെങ്കിൽ പ്രൈമോസോമിന്റെ ഫോർമേഷൻ നടക്കുന്നു. RNA പ്രൈമേഴ്സ് സിന്തസൈസ് ആവുന്നു. DNA പോളിമറേസ് 3 എന്ത് ചെയ്യുന്നു? അവിടെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ പറഞ്ഞ് വിട്ട ഒരു പോയിന്റ് ഉണ്ട്. SSB പ്രോട്ടീൻസ് ആണ്. SSB പ്രോട്ടീൻസ് ഈ പറഞ്ഞ ലോഡറിന്റെ തൊട്ട് ബാക്കിൽ തന്നെ ഹെലിക്കേസിൽ തന്നെ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കും. ഹെലിക്കേസിന് തൊട്ടും പിന്നെ തന്നെ. സോ അങ്ങനെ വന്നിരിക്കുന്ന റീ അനീലിങ്ങിനെ അവിടെ പ്രിവെന്റ് ചെയ്യുന്നു. ഇത്രയും സ്റ്റെപ്പുകളാണ് മെയിനായിട്ട് ഇനിസിയേഷൻ ഫേസിൽ നടക്കുന്ന സാധനം. ഓക്കെ, DNA റെപ്ലിക്കേഷനിൽ ഇനിസിയേഷൻ ഫേസിൽ തന്നെ റെഗുലേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. സിൻസ് നമ്മൾ റെഗുലേഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓവർ റെപ്ലിക്കേഷൻ നടക്കാം, ഓവർലാപ്പിംഗ് നടക്കാം, അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഇനിസിയേഷൻ എന്ന് പറയുന്നത് അണ്ടർ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ റേറ്റ് ഓഫ് ഇനിസിയേഷൻ കുറഞ്ഞു വരാം. ആ ഒരു കറക്റ്റ് ടൈമിംഗ് തെറ്റാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല നമ്മുടെ സിങ്ക്രണൈസേഷൻ, അത് സെൽ സൈക്കിളിൽ ഈ ഒരു ഇനിസിയേഷനിൽ റെപ്ലിക്കേഷൻ്റെ ആ ഒരു സിങ്ക് എന്ന് പറയുന്നത് ഭയങ്കര വേരി ചെയ്ത് വരാം. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ അതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ റെഗുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫാക്ടറാണ്. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡാം മെത്തിലൈസ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം. ഓക്കെ, സോ നമ്മുടെ ഈ DNA റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് GATC നമ്മുടെ സീക്വൻസസ് ആണ്. ഈ GATC റീജിയനിൽ അഡിനിനിലോട്ട് എന്ത് ആഡ് ചെയ്യും? മീഥൈൽ ഗ്രൂപ്പുകൾ ഈ ഡാം മീഥൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം ട്രാൻസ്ഫർ ചെയ്യും. അതിൻ്റെ മീനിങ് പറയുകയാണെങ്കിൽ N6 അഡിനിൻ്റെ N6 പൊസിഷനിൽ ഈ ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്ന് ടാഗ് ചെയ്തിടും. ഓക്കെ, ഇങ്ങനെ മീഥൈൽ ഗ്രൂപ്പ് ടാഗ് ചെയ്തിടും. സോ നമ്മുടെ DNA ബിഫോർ റെപ്ലിക്കേഷന് മുന്നേ നമ്മുടെ DNA എന്ന് പറയുന്നത് എപ്പോഴും മെത്തിലേറ്റഡ് ആയിട്ടുള്ള ഫോമിലാണ് ഇരിക്കുക. ഓക്കെ, സോ ഇമ്മീഡിയറ്റ്ലി എപ്പോഴാണോ റെപ്ലിക്കേഷൻ നടന്നു കഴിയുന്നത് ആ ഓൺ ദ സ്പോട്ട് ഈ DNA എന്തായിട്ട് മാറും? അൺമെത്തിലേറ്റഡ് ആയിട്ട് മാറും. ഹെമി മെത്തിലേറ്റഡ് അൺമെത്തിലേറ്റഡ് ആയിട്ട് മാറും. DNA റെപ്ലിക്കേഷന് മുന്നേ മെത്തിലേറ്റഡ് ആണ്. റെപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ഉടനെ അത് എന്തായിട്ട് മാറും? അൺമെത്തിലേറ്റഡ് ആയിട്ട് മാറും. ആൻഡ് കുറച്ച് നേരം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഒരു അൺമെത്തിലേഷൻ കഴിഞ്ഞ് വിത്തിന് കുറച്ച് സമയങ്ങൾക്കകം തന്നെ മെത്തിലേഷൻ ഈ ഡാം മെത്തിലൈസ് ട്രാൻസ്ഫറേസ് വന്നിട്ട് എന്ത് തുടങ്ങും? മീഥൈൽ ഗ്രൂപ്പുകൾ ആഡ് ചെയ്യാൻ തുടങ്ങും. ദെയർ ബൈ അത് ഹെമി മെത്തിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലോട്ട് എത്തിവരും. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഹെമി മെത്തിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ SEC-A പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഇവരുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദെയർ ബൈ റീ ഇനിസിയേഷൻ ആ ഒരു ഒറിജിൻ ഓഫ് നമ്മുടെ സെയിം സൈറ്റിൽ തന്നെ നമ്മളിപ്പം ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഒരു പർട്ടിക്കുലർ സൈറ്റ് ആയിരിക്കുമല്ലോ, അവിടെ തന്നെ വീണ്ടും സെക്കൻഡ് ടൈം റീ ഇനിസിയേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രോട്ടീൻ സഹായിക്കും.
അങ്ങനെ ഒരു പ്രിവെൻഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു ഇപ്പോൾ സെക്കൻഡ് നമ്മളിപ്പോൾ റെപ്ലിക്കേഷൻ നടന്നു, ഉടനെ തന്നെ വീണ്ടും എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഇനിസിയേഷൻ നടക്കുന്നു, വീണ്ടും ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇനിസിയേഷൻ നടക്കത്തില്ല. അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ പർട്ടിക്കുലർ മെക്കാനിസം അല്ലെങ്കിൽ ഈ ഒരു ഡാം സിസ്റ്റം. സോ ഇത്രയേ ഉള്ളൂ. ബിഫോർ റെപ്ലിക്കേഷൻ അവിടെ നമ്മുടെ അഡിനിൻ ഗ്രൂപ്പിൽ GATC എന്ന് പറയുന്ന നമ്മുടെ സീക്വൻസസിൽ അഡിനിൻ ഗ്രൂപ്പിൻ്റെ N6 പൊസിഷനിലോട്ട് എന്ത് ചെയ്യുന്നു? മീഥൈൽ ഗ്രൂപ്പുകളെ ഡാം മെഥൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമിൽ ഡാം മെത്തിലീസ് വന്ന് എന്ത് ചെയ്യുന്നു? ടാഗ് ചെയ്തിരുന്നു. CH3 ഗ്രൂപ്പ് അവിടെ മീഥൈൽ ഗ്രൂപ്പുകൾ ടാഗ് ചെയ്യുന്നു. സോ ദെയർ ബൈ ബിഫോർ മെത്തിലേഷൻ നമ്മുടെ ഗ്രൂപ്പ് എന്തായിരിക്കും? മെത്തിലേറ്റഡ് സ്റ്റേറ്റിലായിരിക്കും നമ്മുടെ DNA കാണപ്പെടാറുള്ളത്. ഓക്കെ, ആഫ്റ്റർ റെപ്ലിക്കേഷൻ, ജസ്റ്റ് ആഫ്റ്റർ റെപ്ലിക്കേഷൻ കഴിഞ്ഞ ഉടനെ നോക്കിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? അത് അൺമെത്തിലേറ്റഡ് ആയിരിക്കും. അതായത് ഈ ഒരു CH3 ഗ്രൂപ്പ് അതിൽ ഉണ്ടാകത്തില്ല. ഓക്കെ, ഇനി കുറച്ച് നേരം കൂടി കഴിയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? കഴിയുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യാൻ തുടങ്ങും? സെയിം ഡാം മെത്തിൽ ട്രാൻസ്ഫറേസസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ ഒരു N6 പൊസിഷനിലോട്ട് CH3 ഗ്രൂപ്പ് ടാഗ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദെയർ ബൈ അത് എന്ത് സ്റ്റേറ്റിലോട്ട് മാറും? ഹെമി മെത്തിലേറ്റഡ് സ്റ്റേറ്റിലോട്ട് മാറും. ഹെമി മെത്തിലേറ്റഡ് സ്റ്റേറ്റിലാകുന്ന സമയത്ത് ഏത് പ്രോട്ടീൻ വരും? സെക് എ പ്രോട്ടീൻ വരും. ഈ സെക് എ പ്രോട്ടീൻ എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും? ഈ ഹെമി മെത്തിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു അഡിനിലോട്ട് ഇവർ വന്ന് ടാഗ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സെക് എ പ്രോട്ടീൻ വന്ന് അതിൽ ബൈൻഡ് ചെയ്യാൻ തുടങ്ങും. ബൈൻഡ് ചെയ്യുന്നത് കാരണം ഇവിടെ എന്ത് നടക്കില്ല? ആ ഒരു റീ ഇനിസിയേഷൻ അവിടെ നടക്കത്തില്ല. വീണ്ടും സ്റ്റാർട്ട് ചെയ്ത ആ ഒരു റെപ്ലിക്കേഷൻ പിന്നെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യത്തില്ല. ആൻഡ് ദെയർ ബൈ നമുക്ക് ഇറ്റ് എൻഷോർസ് ഓൺലി 1 ഇനിസിയേഷൻ പെർ സൈക്കിൾ. ഒരു സെൽ സൈക്കിളിൽ ഒരു ഇനിസിയേഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നുള്ള രീതിയിലോട്ട് ഇത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഓക്കെ, സോ ക്രോമസോംസ് നമ്മുടെ ഈക്കോളയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 40 മിനിറ്റ്സ് ആണ് അവരുടെ റെപ്ലിക്കേഷൻ വേണ്ടത്, സെൽ ഡിവിഷൻ വേണ്ടത് 20 മിനിറ്റ്സ് ആണ്. സോ ഇങ്ങനൊരു പ്രശ്നം വരുന്ന സമയത്ത് ഈ റെഗുലേഷൻ ചെറിയൊരു ഇഷ്യൂ വരും. അങ്ങനെ വരുന്ന സമയത്ത് അവർ കൊണ്ടുവന്നൊരു മെക്കാനിസമാണ് പുതിയ റൗണ്ട് ഓഫ് റെപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നു? പ്രീവിയസ് വൺ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ അവർ എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും? അടുത്ത റൗണ്ട് ഓഫ് റെപ്ലിക്കേഷൻ അവർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ DNA ഒരു ORI റീജിയൻ മാത്രമേ കാണൂ, ഒരു ORI സൈറ്റ് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ അത് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ അടുത്ത ORI സൈറ്റിൽ ഇവർ എന്ത് ചെയ്ത് തുടങ്ങും? ഈ ഒരു റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. സോ ഒരു സൈറ്റിൽ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ വേറെ സൈറ്റിൽ അടുത്ത ഡിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യും. സോ ആ ഒരു രീതിയിൽ ഒരു മൾട്ടി ഫോർക്ക് റെപ്ലിക്കേഷൻ കാരണമാകുന്നു. ആൻഡ് ദെയർ ബൈ ഈ ഒരു കോംപ്ലിക്കേഷൻ അവർ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഒരു സൊല്യൂഷനായിട്ട് മാറ്റാൻ ചെയ്യുന്നത്. ഇതാണ് മൾട്ടി ഫോർക്ക് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് റാപ്പിഡ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൾട്ടി ഫോർക്ക് റെപ്ലിക്കേഷൻ ഈ കോളയൊക്കെ എടുക്കുന്നത്. ആൻഡ് ക്രോമസോംസ് ഇപ്പോൾ മൾട്ടി ഫോർക്സ് ഉണ്ടാകുകയാണെങ്കിൽ, മെയിൻലി 2 ഫോർക്കൊക്കെ ഒരേ ടൈമിൽ തന്നെ ഇപ്പോൾ 2 ഫോർക്കൊക്കെ ഉണ്ടാകുന്നത്, ഈ ഒരു ഇമേജ് പോലെ 2 ഫോർക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഡൈക്കോട്ടോമസ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ കോളയിലൊക്കെ ജനറലി അവർ റാപ്പിഡ് ഗ്രോത്തിന് വേണ്ടിയിട്ട് അവരെടുക്കുന്ന ഒരു മെക്കാനിസമാണ് ഈ ഒരു മൾട്ടി ഫോർക്ക് റെപ്ലിക്കേഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് ഇനിസിയേഷൻ. നമ്മൾ മെയിനായിട്ട് ഇനിസിയേഷൻ ആണ് പറഞ്ഞത്. ഇനിസിയേഷൻ എന്താണ്, അതിൽ മെയിനായിട്ട് വരുന്ന എൻസൈംസ് ഏതൊക്കെയാണ്, അതിൻ്റെ മെക്കാനിസം എന്താണ്, DNA വരുന്നു, ബൈൻഡിങ് നടക്കുന്നു, അതിൻ്റെ ആ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്പുകൾ, ആ റെപ്ലിക്കേഷൻ ബബിൾ ഫോം ചെയ്യുന്നവരാണ് ഇനിസിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അവിടെ റെഗുലേഷൻ എങ്ങനെയാണെന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.